ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സീരിയസ് ആയി. എടാ നമ്മുടെ വിസ തീരാൻ പോവാ, ഇനി എന്ത് ചെയ്യും? നമ്മൾ ബേസിക്കലി വെസ്റ്റേൺ കൺട്രീസും നമ്മുടെ നാടുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കിയത് ഇതാണ്. ഹായ്, വെൽക്കം ടു മാരീസ് ഹൈ വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ നെവാഡ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മളിപ്പോൾ നോർത്ത് പ്ലാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. നോർത്ത് പ്ലാറ്റ് നെബ്രാസ്കയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫ്യൂലിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടോ? 7 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ഉള്ളത്. പക്ഷേ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ കാഠിന്യം കാറ്റുള്ളപ്പോൾ ഭയങ്കരമായിരിക്കും. അതേസമയം ഈ കാറ്റില്ലാതെ ജസ്റ്റ് തണുപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ചുറ്റുംപുറമെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ മണ്ണിൻ്റെ പുല്ലിൻ്റെ എല്ലാം കളർ കണ്ടിട്ട് സങ്കടം വരുന്നല്ലേ. എപ്പോൾ വേണേലും മഞ്ഞ് പെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പം ഫോളെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വിൻ്റർ എപ്പോൾ വേണേലും തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മഞ്ഞ് പെയ്യാൻ വേണ്ടിയിട്ട് മരങ്ങളെല്ലാം ഇലകളെല്ലാം പൊഴിച്ച് പുല്ലുകളൊക്കെ അങ്ങ് വാടിക്കരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഈ ഒരു സീരീസ് കഴിയുന്നതോടുകൂടി നമ്മുടെ ചാനലിൽ നമ്മുടെ വിൻ്റർ വീഡിയോസ് ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പം നമ്മളങ്ങനെ തേണ്ട വയോമിങ്ങിലെ ഷെയ്ൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി പയ്യെ ഷിഫ്റ്റ് മാറാനുള്ള പരിപാടികളിലാണ്. മറ്റേ ഒരു കുളിയൊക്കെ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാനാണ് പരിപാടി അല്ലേ പോയി. അപ്പം പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കഥകളൊക്കെ പറയണ്ടേ? ആയിക്കോട്ടെ. ആ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ അവസാനിക്കുമ്പോഴത്തേക്കും നമുക്ക് UK പോകാനുള്ള വിസ വരുന്നോടം വരെയല്ലേ നമ്മൾ പറഞ്ഞത്. ശരിക്കും ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്സ് എല്ലാം വരുന്നത് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ പറയട്ടെ, നമ്മൾ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് വിദേശത്തേക്കുള്ള നമ്മുടെ യാത്ര എന്നുള്ള രീതിയിൽ ആ ഒരു സമയം മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടം വരെ എത്താനും അല്ലേ അത് കഴിഞ്ഞിട്ടും മുന്നോട്ട് ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനും എല്ലാം ഒത്തിരി പേര് നമ്മളെ സഹായിക്കുകയും എല്ലാം സപ്പോർട്ട് തരുകയും ഇപ്പം ഗൈഡൻസ് തരുകയും എല്ലാം ചെയ്ത ഒത്തിരി പേരുണ്ട്. അവരെ ആരെയും മറന്നിട്ടല്ല. പക്ഷേ ഇതിപ്പോൾ പകുതിക്ക് വെച്ച് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ ആയതുകൊണ്ട് വിദേശത്തെത്താനുള്ള അല്ലെ കാനഡ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സ്ട്രഗിൾ മാത്രം പറയുന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് എല്ലാം പകുതി വെച്ച് തുടങ്ങുന്നത്. അത് മാത്രമല്ല, ഈ അതുവരെ നമ്മളെ എത്താൻ സഹായിച്ച എല്ലാവരും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ആൾക്കാരെ ജസ്റ്റ് കാഷ്വൽ ആയിട്ടൊരു വീഡിയോ കൂടെ പറഞ്ഞു പോകാതെ എന്തെങ്കിലും ഒരിക്കൽ നാട്ടിൽ വരുമ്പോഴത്തേക്ക് അവരെ പേഴ്സണലി തന്നെ കണ്ട് പരിചയപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള ഇൻഫ്ലുവൻസുകളെല്ലാം പറഞ്ഞ് തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അവരെ ആരെയും ഇപ്പം മെൻഷൻ ചെയ്യാത്തത് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരിക്കൽ നാട്ടിൽ വരുമ്പോഴത്തേക്കും അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് UK പോകാനുള്ള വിസ വന്നു. ബാക്കി കഥകൾ മുന്നോട്ട് കാണാം. ജസ്റ്റ് ജോമെറ്റോ കുളിക്കാൻ പോയേക്കുമല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് വർക്കൗട്ട് റെഗുലർ റൂട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങ് സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് കഥകൾ പറയാം.
പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെ ഒരു വിധത്തിൽ വിദേശത്തെത്തി. അപ്പം വിദേശത്തേക്ക് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടുന്ന് ഒരു കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ UK അറിയാമല്ലോ, നമ്മുടെ കോട്ടയത്തു നിന്നൊക്കെ UK ആൾക്കാർക്ക് പഞ്ഞം. അപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമ്മൾ വിദേശത്തേക്ക് പോകുന്നല്ല, അതിൻ്റെതായ ഒരു ടെൻഷനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ കാലം ഇന്നത്തെ കാലമല്ല പോയി. 2010 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇന്റർനെറ്റ് ഒന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അവിടെ ഇവിടെ എല്ലാം കണ്ട് ഈ നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് അറിയാനും കാര്യങ്ങളൊക്കെ. നമ്മളെ സംബന്ധിച്ച് ഇതുപോലെ വല്ലപ്പോഴും TV-ല് കൈരളി ചാനലിൽ ഏഷ്യാനെറ്റിലൊക്കെ അമേരിക്കൻ റൗണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഗൾഫ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ വാർത്തകൾ അറിയാനുള്ള ഒരു ഇത്. എല്ലാം പണ്ട് ഞങ്ങളുടെ വീട്ടില് ഈ അപ്നാദേശ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പത്രം വരുമായിരുന്നു. അതിന്റെ അകത്തൊക്കെ ഇതുപോലെ അമേരിക്കൻ വാർത്തകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് വരുന്നു. അല്ല അതിന്റെ അകത്ത് ഈ ഫൊക്കാന എന്നുള്ള വാക്ക് കേൾക്കുന്നത് കേൾക്കുമ്പോ അമേരിക്കയിലെ വലിയ പരിപാടികള് ഇത് എന്നൊക്കെയുള്ള. പിന്നെ ആകെ കൂടി UK അല്ലെ അമേരിക്ക ഇതൊക്കെ ഒരു പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സ്റ്റാർ മൂവീസും AXനും ഒക്കെ ഞാൻ സ്ഥിരം ഇരുന്ന് കാണുമായിരുന്നു ഈ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലെയൊക്കെ ആയിരിക്കും അവിടുത്തെ നാടുകളല്ലേ എന്നുള്ളൊരു ഐഡിയ, അന്ന് ഉണ്ടായിരുന്ന റാൻഡം ഐഡിയ മാത്രം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കറിയത്തില്ല ഈ രാജ്യമൊക്കെ എങ്ങനെ ഇരിക്കും എന്ന് നമ്മുടെ മനസ്സിലൊരു ആകാംക്ഷ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ കാണാത്ത ഒരു രാജ്യം. അതുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഈന്തൻകാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫാമിലി ഉണ്ട്. അപ്പൊ അവിടുത്തെ ചേട്ടായിമാരെല്ലാം UK-ലാണ്. അപ്പത്തേക്കും നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അല്ലെ എന്റെ സ്വന്തം ആന്റിയാണ്. ഇവരുടെയൊക്കെ അമ്മയായിട്ടുള്ള അന്നക്കുട്ടി ആന്റി എന്ന് പറഞ്ഞോണ്ട് ഒരു ആന്റി. അപ്പൊ നേരെ എന്റെ കരിയർ അഡ്വൈസ് ആണേലും അല്ല മറ്റ് പല കാര്യങ്ങളിലാണേലും ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് അന്നക്കുട്ടി ആന്റീനെ. അന്നക്കുട്ടി ആന്റിയുടെ ഒരു മോനുണ്ട് സിബി ചേട്ടായി എന്ന് പറഞ്ഞോണ്ട്. അപ്പം ഈ സിബി ചേട്ടായിനെയാണ്. അപ്പം ഇവരാണ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതും കാര്യങ്ങളും അല്ല. പിന്നെ നമുക്ക് എന്താ ഐഡിയ ഉണ്ട് ആ ഒരു പ്രായത്തില് ആ ഒരു സമയത്ത്, കാരണം ഇന്റർനെറ്റും ഗൂഗിളും ഇല്ലാത്ത സമയം, മനസ്സിലായോ? അപ്പം അങ്ങനെ ഈ അന്നക്കുട്ടി ആന്റിയുടെ രണ്ടാമത്തെ മോൻ മാഞ്ചസ്റ്ററിലുണ്ട്. അപ്പം അവനെ വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് അന്നക്കുട്ടി ആന്റി സിനു ചേട്ടായിനെ, സിനു എന്നാ പേര്, ഒരു 3 പേരാ, സിജു, സിനു, സിബി, സോറി ഒരു ചേച്ചിയും കൂടെ ഉണ്ട്, സിന്ധു ചേച്ചി. അപ്പൊ ഈ സിനു ചേട്ടാനെ വിളിച്ചിട്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ മാഞ്ചസ്റ്ററിൽ ഒന്ന് ഇറങ്ങിക്കോ, പുറത്ത് ഞങ്ങൾ കാണും, പിക്ക് ചെയ്തോളാം, ഇന്ന സ്ഥലത്ത് നമ്മുടെ അടുത്തുനിന്ന് ഇത്ര ഏകദേശം 100-150 കിലോമീറ്ററോ അതോ 200 കിലോമീറ്റർ അങ്ങനെ ഉണ്ട്, ഞാൻ കൊണ്ട് വിട്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് സിനിച്ചേട്ടായി. ഓക്കെ, അങ്ങനെയാണ് നമ്മള് മാഞ്ചസ്റ്ററിൽ വരുന്നതും. സിനിച്ചേട്ടായി അന്ന് പിക്ക് ചെയ്യുകയും അന്ന് പിക്ക് ചെയ്ത് അവരുടെ വീട്ടിൽ അന്ന് രാത്രി താമസിക്കുകയും അടുത്ത ദിവസം രാവിലെ സിനിച്ചേട്ടായി എന്നെ ഹോട്ടലിൽ കൊണ്ട് വിടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ സിനിച്ചേട്ടായി എന്നെ ചെസ്ട്രി കൊണ്ടുവിട്ടു, ബൈ ബൈ പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. എന്റെ ഭായി നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ സാധാരണ ഒരു ജോലിക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ തന്നെ അവിടെ ഒന്ന് ചെന്ന് പരിചയപ്പെട്ട് പിന്നെ ഒരു 3-4 ദിവസം നമുക്ക് അതിന്റെ ഒരു ഓറിയന്റേഷൻ പരിപാടികള് കാര്യങ്ങളൊക്കെ, അങ്ങനെ നമുക്ക് ആ ജോലിയിലേക്ക് ഒന്ന് കയറാനും ആ ഒരു ഇതിലേക്ക് നമുക്കൊരു ഒരു സമയം കിട്ടുമല്ലോ, ഒരു 2-3 ദിവസം. ഏത് ഈ നമ്മളെ ചുമ്മാ പിടിച്ച് ചൂടുവെള്ളത്തിൽ ഇടുന്നതിനേക്കാളും അങ്ങ് നിന്നൊന്ന് സെറ്റ് ആവാൻ, അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് പരിചയമാവാൻ, പ്രത്യേകിച്ച് ഈ ഒരു പരിപാടിക്ക് നമുക്കത് ഭയങ്കര ഇമ്പോർട്ടന്റാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ടിലേക്ക് ചെന്നേക്കുക, അതൊരു വലിയ ചേഞ്ച് അല്ലേ. ഇവിടെ തന്നെ ഒരു വലിയ ഹോട്ടലിൽ ചെല്ലുമ്പോഴത്തേക്ക് വായം പൊളിച്ച് ഇതെങ്ങനെയാന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണുമ്പോഴത്തേക്കുള്ള ഒരു വെപ്രാളവും ഒരു ഏതാണ്ടൊക്കെ നമ്മൾ മനസ്സിലാ ഫീൽ ചെയ്യുന്നൊക്കെ ആലോചിച്ച് നോക്കിക്കും. അപ്പൊ ചേട്ടായി ഉണ്ടാവും റിസപ്ഷനിൽ. അപ്പൊ ചേട്ടായിക്കും എനിക്ക് തോന്നണത് അന്ന് ചേട്ടായി എന്നെ ഹോട്ടലിൽ കൊണ്ട് വിടുമ്പോഴും ഇതൊക്കെ നമുക്ക് ഉള്ളതാ, അവിടെ ജോലി ഉള്ളതാന്നൊന്നും ചേട്ടായിക്ക് വലിയ ഉറപ്പുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റിൽ ഇവിടെ നേരെ വന്ന് ഇവിടെ ഒരു ഹോട്ടലിൽ കയറുക എന്ന് പറഞ്ഞാൽ അപ്പം ചേട്ടാ എന്റെ കൂടെ റിസപ്ഷനിൽ കയറി വന്ന് റിസപ്ഷനിൽ ഇന്നോലെ സംസാരിച്ചു, ഇന്നോലെ ജോലിക്ക് വേണ്ടിട്ട് വന്നതാ, ഇന്നോലെ ഉള്ളതാണോ ചോദിച്ചു. ഭായി അന്നേരമായിരിക്കും അറിയണത് ആര് ഏത് ഒക്കൊന്ന്, അങ്ങനെ എത്രയോ കഥകൾ നമ്മൾ കേട്ടേക്കണു. ശരിയല്ലേ? ആ ഇത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ കഥകൾ പറയുമ്പോഴത്തേക്കും വേറെ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. UK ഏതോ ഒരുത്തൻ ഫോൺ വിളിച്ച് ഞാൻ പോയി ഓടി പള്ളിഗ്രൗണ്ടിൽ പോയി വർത്താനം പറഞ്ഞ് ഇന്റർവ്യൂ പാസ്സായി വിസ കിട്ടിയേക്കണതാ, ഇത് ഉള്ളതാണോ
പറ്റിച്ചാണെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ ആ സമയം വരെ എന്നെ വന്നിട്ട് ഇല്ല ഇവനേതാ പൊക്കോന്ന് പറയുന്നതാണ്. അപ്പോഴത്തേക്കും റിസപ്ഷനിൽ ചെന്ന് എന്നോലെ ഉള്ളതെന്ന് പറഞ്ഞു ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, ഓ കുഴപ്പമില്ല റിസപ്ഷനിൽ ഇരിക്കെ ഞാൻ മാനേജറെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അത് ചേട്ടായി പറഞ്ഞു ചേട്ടാ എല്ലാം സെറ്റ് ആവരും, നിന്നെ സെറ്റ് ആക്കിക്കോളും, ചേട്ടാക്കി വന്നിട്ട് ജോലിക്ക് പോകാനുള്ള ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു ചേട്ടായി എന്നെ അവിടെ സെറ്റ് ആക്കിയിട്ട് ചേട്ടായി പോയി. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഹാ യുകെയിലെ ജോലിക്കാരനായി, എത്രയോ നാളത്തെ ആഗ്രഹം. നമ്മളിവിടെ പഠിച്ചിറങ്ങിയവര് പലരില് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആദ്യം തന്നെ വിദേശത്തേക്ക് ചാടാൻ പറ്റിയ ഒരാളായി ഞാൻ മാറി, സക്സസ് ആയി എന്നുള്ള രീതി അങ്ങനെ ഇംഗ്ലണ്ടിൽ ഇരിക്കുക. അപ്പത്തേക്കും മാനേജർ വന്നു ഇതുപോലെ ഒരു ഷേക്കാൻ്റെ ഒക്കെ തന്ന് വർത്താനം പറഞ്ഞു. ഓക്കെ മാത്യു എങ്ങനെയുണ്ട്, ഓക്കെ അപ്പൊ എപ്പോഴാ ഷിഫ്റ്റ് കയറണ, വൈകുന്നേരം കയറാവുന്നു. ഉച്ചയായപ്പോഴേ എനിക്ക് കയ്യും കാലം പറിച്ചിട്ടല്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ബിസ്ക്കറ്റും കാര്യങ്ങളും പോലും അതൊക്കെ കഴിച്ച് ഒരാഴ്ച വീട്ടിലിരിക്കണം. പെട്ടി പൊട്ടിച്ചിട്ട് പോലല്ലേ എനിക്ക് താമസിക്കാൻ അവിടെ കിട്ടും നിക്കും. ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. വൈകുന്നേരം ഷിഫ്റ്റിന് വരാൻ വേണ്ടിട്ട് ആരോ ഏത് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ റെഡിയല്ല, എന്റെ താമസം എങ്ങനെയാ അതൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞിരുന്ന നീ ഇങ്ങോട്ട് പോരെ, 2 ആഴ്ച നിനക്ക് ഹോട്ടലിൽ താമസിക്കാം, 2 ആഴ്ച ഹോട്ടലിൽ താമസിച്ചിട്ട് പിന്നെ നീ നിന്റേതായ രീതിയിലുള്ള അക്കോമഡേഷൻ കണ്ടുപിടിക്കണമെന്നാണ് ഇവര് പറഞ്ഞിരുന്നത്. ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ ഏജൻസി പറഞ്ഞേക്കുന്നത്. അപ്പൊ തന്നെയല്ല നമ്മുടെ ജോബ് ഇന്റർവ്യൂവും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നമ്മൾ ഹോട്ടലുമായിട്ട് കോൺടാക്ട് ചെയ്യുമല്ലോ. ഹോട്ടലുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവര് ഇതാ പറഞ്ഞേക്കുന്നത്. തന്നെയല്ല ഞാൻ ഇതിനൊക്കെ അവർ ഓൾറെഡി അപ്പുറം വിട്ടിൽ ബറിഹോൾ എന്ന് പറയുന്ന ഹോട്ടലിലുണ്ടല്ലോ, ഒത്തിരി ദൂരം ഉണ്ടോ ഞങ്ങളുടെ അവിടുന്ന് ഏകദേശം 2.5-3 മണിക്കൂറോളം ദൂരമുണ്ട് ഈ ഹോട്ടലുമായിട്ട്. അപ്പൊ അവര് പറഞ്ഞു എടാ അങ്ങനെയാടാ കുഴപ്പമില്ല, നീ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ അടുത്തുള്ള ഏതെങ്കിലും നമുക്ക് ആ സമയത്ത് വെബ്സൈറ്റോ മറ്റെന്തൊക്കെയോ സെർച്ച് ചെയ്ത് നമുക്ക് അവിടുത്തെ ഇതുപോലെ താമസിക്കാനുള്ള വാടക വീടുകൾ കണ്ടുപിടിക്കാവുന്നുള്ളൂ, എന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇവര് നേരെ എന്ത് ചെയ്തു, എന്നെ പറഞ്ഞു ഓക്കെ നിന്റെ അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഇരിക്കുന്ന റമദയിലേക്ക് അക്കോമഡേഷൻ പോലെ സ്റ്റാഫ് അക്കോമഡേഷൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ സെറ്റപ്പ് കാണും. അവിടെ ആയിരിക്കും നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് ചിലപ്പോ അത് ഫില്ല് ആയതുകൊണ്ടായിരിക്കും ഇവരെന്നോട് പുറത്ത് താപ്പാൻ പറയുന്നത്. പക്ഷെ ഇവര് നേരെ കൊണ്ട് ഒരു ഗസ്റ്റ് റൂം തുറന്നു തന്നിട്ട് അവരെന്നോട് പറഞ്ഞു ഇതാണ് നിന്റെ റൂം, ഇവിടെ താമസിച്ചോ, ഇത് 2 ആഴ്ചക്കുള്ളിൽ നീ അക്കോമഡേഷൻ കണ്ടുപിടിച്ചത് നമുക്ക് തന്നെ റൂം. ഞാൻ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു ബെഡ്റൂം, അവിടെ 2 ബെഡ്, ഒരു ബെഡിൽ 6 സാധനങ്ങൾ ഇരിപ്പുണ്ട്, മറ്റേ ബെഡാണ് എന്റെ ബെഡ്. ലക്ഷറി ആണല്ലോ ഭർത്താവ്, എന്താ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിൽ അങ്ങ് ആ സന്തോഷവും അല്ലെ ആ ഒരു UK ഞാൻ ഈ സ്റ്റാർ മൂവീസിന്റെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ടൈപ്പ് റൂമും ലാൻഡ്സ്കേപ്പും അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം. അപ്പൊ അതുപോലെ അങ്ങ് മനസ്സിൻ്റെ അകത്ത് അങ്ങ് ഈ നമ്മള് ചില കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തികട്ടി വരുമല്ലോ, ആരോടെങ്കിലും ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്, അതുപോലത്തെ കാര്യങ്ങൾ വരിക. ഫുഡ് അവിടെ വേറെ ഒന്നുമില്ല, ഈ റൂമിന്റെ അകത്തുള്ള സെറ്റപ്പേ ഉള്ളൂ. ആകെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു വില്ലേജിന്റെ ഒരു ഇതിന്റെ നമ്മുടെ മെയിൻ സ്ട്രീറ്റ്, വില്ലേജിന്റെ മെയിൻ സ്ട്രീറ്റ് ഇച്ചിരി ദൂരം ഒരു 15-20 മിനിറ്റ് നടക്കണം, 25 മിനിറ്റ് നടക്കണം. അപ്പൊ അവിടെ ഒരു കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയി നമുക്കുള്ള സാൻഡ്വിച്ച്, പെപ്സി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ അത് മേടിച്ചോണ്ട് വന്ന് ഇതിന്റെ അകത്ത് റൂമിന്റെ അകത്ത് ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ച് അത് വേണം നമ്മൾ കഴിക്കാൻ. ഡ്യൂട്ടി ടൈമിൽ ബ്രേക്കിന്റെ സമയത്ത് നമുക്ക് അവിടുന്ന് ഫുഡ് കിട്ടും. ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ വീട് സെറ്റ് ആക്കി കഴിയുമ്പോൾ ബാക്കി പരിപാടികൾ നോക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അല്ല അതിനു മുമ്പ് ഞാൻ ആ റൂമിൽ അങ്ങനെ സെറ്റ് ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് വേറൊരു ബെഡിന്റെ അകത്ത് സാധനങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അത് രൂപേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോംബെക്കാരന്റെ ആയിരുന്നു. അപ്പം അവനും എന്നെ പോലെ തന്നെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആയി അവിടെ. അപ്പൊ ഞങ്ങള് പിന്നീട് സംസാരിച്ചതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവര് ഇതുപോലെ ഞങ്ങളെ കൊണ്ടുവരാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാർപോളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വില്ലേജാ, ചെഷയർ എന്നൊക്കെ കേട്ട് അറിയാവോ? അതായത് ഇംഗ്ലണ്ടിന്റെ നല്ല കൺട്രി സൈഡ് ആയിട്ടുള്ള നമ്മുടെ ബെൻലി ഇല്ലേ, ബെൻലിയുടെ ഫാക്ടറി ഇതിന്റെ അടുത്താ. ബെൻലിക്ക് ഒരൊറ്റ ഫാക്ടറി ഉള്ളൂ. ഇതാണ് അതിന്റെ സ്ഥലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും കിടുക്കനൊരു റിമോട്ട് ഏരിയ, ഇവിടെ ഈ മില്യനേഴ്സ് പോലത്തെ ആൾക്കാര് മാത്രം താമസിക്കുകയും
കാരണം വലിയ ഈ ഡിഫൻഡറൊക്കെ ഓടിച്ച് ഹണ്ടിങ്ങിന് പോവുകയും ഒക്കെ ചെയ്യുന്ന നമ്മള് ചില ബ്രിട്ടീഷ് റോയൽറ്റികളെ അല്ലെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ഒക്കെ കാണുമ്പോഴത്തേക്കും വലിയ കാശിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണൂലേ, അതുപോലത്തെ കുറച്ച് ആൾക്കാര്. അപ്പം അങ്ങനെ പറയുമ്പം ഒരു വീട് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീടൊക്കെ. അതെ, എല്ലാം വലിയ ഏക്കറിലാണിത്. അപ്പൊ ഇവർക്ക് ഇവരുടെ മീറ്റപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ ഗോൾഫിന്റെ ക്ലബ്ബ് പോലെ ഗോൾഫ് ഹൗസ് അങ്ങനെ ഇവരുടെ കൂട്ടുകാരെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഹോട്ടല്, അതാണ് ഈ ലൊക്കേഷൻ. ഇവര് ഗോൾഫ് കളിക്കാൻ വരും, ഇവിടുത്തെ വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കും, തിരിച്ച് ഇവരുടെ വീട്ടിൽ പോകും. അപ്പം ഇതുപോലെ ലക്ഷറീസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നിടത്ത് ഈ ഹോട്ടലിൽ പണിയെടുക്കാൻ ആളെ കിട്ടുമോ? കാരണം ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ ഹോട്ടലിൽ ഇപ്പൊ പണിയെടുക്കേണ്ട കാര്യമില്ല. അതാണ് മെയിൻ കാര്യം ഇവര് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഹോട്ടലിൽ സ്റ്റാഫ് ഇല്ല, ഉള്ളത് മുഴുവൻ മില്യണേഴ്സ്. ഹോട്ടലിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷെ ഇവർക്ക് സ്റ്റാഫ് ഇല്ല. തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ വില്ലേജ്, അതുകൊണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ഫ്ലാറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ള സെറ്റപ്പുകളൊന്നും ഇല്ല. അപ്പം ഇവര് നോക്കിയപ്പോ എന്ത് ചെയ്ത സ്റ്റാഫിനെ കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് വരുന്നവരൊക്കെ ആണെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ ദൂരെന്ന് വന്ന് ചിലപ്പോ അവര് വരികയല്ല, ഒരു ദിവസം 2 ദിവസം അവര് തിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടു. ഇത്രയും വലിയ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോ അവിടുത്തെ ഡിസാറ്റിസ്ഫാക്ഷൻ ആയ ഒത്തിരി ബെഡ്റൂംസ് ഒന്നുമില്ല, കൂടിപ്പോയ 50ഓ 70ഓ അത്രയൊക്കെ റൂംസ് ഒക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ വർക്ക് വിസ വന്ന് നമ്മളെ ഇതുപോലെ 2 കൊല്ലത്തേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ ആ 2 കൊല്ലത്തേക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫിന്റെ കാര്യത്തിൽ വറി ചെയ്യണ്ട, വേറെ എങ്ങും നമ്മൾ പോവുകയില്ല. കാരണം നമുക്ക് ഈ ഒരു ഹോട്ടലായിട്ട് ഇത് കാണുമല്ലോ, കോൺട്രാക്ട് പോലെ. അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെയാണ് ഞാന് രൂപേഷ്, അപ്പൊ ഞങ്ങള് 2 പേരും കൂടെ ഓരോ ബെഡൊക്കെ ആയിട്ട് ലക്ഷറി ആയിട്ട് താമസിക്കാനുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരാളും കൂടെ വന്നു, അവന്റെ ബാഗ് കൊണ്ട് നമ്മുടെ റൂമിൽ വെച്ചിട്ടു. അപ്പം ആദ്യം രൂപേഷ് വന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് രൂപേഷ് ജോലി ചെയ്യുക. അടുത്ത ദിവസം പോലെ ഞാനും ജോലി കയറില്ലോ, ഞാനും റെസ്റ്റോറന്റിൽ ജോലി കയറി. അപ്പൊ ഞങ്ങളുടെ വിചാരം ഞങ്ങൾ 2 പേരും ഓക്കെ ഇതായി, നമുക്ക് ഇനി റൂമൊക്കെ തപ്പണം, നമുക്ക് എവിടെ നോക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരുത്തിന് ഇതുപോലെ റൂമിൽ കൊണ്ടുവച്ചു. അപ്പൊ ഞങ്ങൾ വരുമ്പോഴത്തേക്കും നേണ്ട റൂമിൽ പുതിയ ഒരാള്, അവന് പക്ഷെ ബെഡില്ല. അപ്പം വേറെ എക്സ്ട്രാ ബെഡ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, തുറന്നിട്ട് വെക്കുന്ന ടെമ്പററി അതൊരു സൈഡിൽ കൊണ്ടുവച്ചു. അപ്പൊ ഞങ്ങള് 3 പേരെ റൂമില്. വീടിന്റെ സംവിധാനങ്ങളൊക്കെ കുറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളും കൂടെ, ഒരു തമിഴൻ, സുകുമാർ എന്നും പറഞ്ഞുണ്ട്. അപ്പത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, എടാ നമുക്ക് ആദ്യമേ വലിയ റൂം വന്ന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവരുടെ മനസ്സിൽ ഇത്ര പേര് വരാനുണ്ടെന്നുണ്ട്, എല്ലാരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ സംഭവം ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് 4 പേരും കൂടി എന്ത് ചെയ്തു, അപ്പൊ അത്യാവശ്യം വർത്താനം പറയാനൊക്കെ ഒരാളായല്ലോ. ഞങ്ങൾ വർത്താനം ഞങ്ങളിങ്ങനെ റൂമുകളൊക്കെ തപ്പാൻ തുടങ്ങി, ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. പയ്യെ 2 ആഴ്ച എന്നുള്ളത് കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഇനി നമുക്ക് ഹോട്ടലിൽ നിന്ന് മാറണം. അപ്പൊ ഞങ്ങള് റൂമെല്ലാം തപ്പിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എങ്ങും റൂം കിട്ടാനില്ല. കാരണം എന്താ വെച്ചാ ഈ മില്ലിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വീടിന്റെ മുറിയോ അതൊന്നും വാടകയ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, അതും വല്ല നാട്ടിൽ നിന്ന് വന്നവന്മാര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ വീടുകളൊക്കെ ആയിട്ട് നമുക്ക് റെന്റിന് കിട്ടാനുണ്ട്, അതിനൊക്കെയാണ് ഒടുക്കത്തെ പൈസ. കാരണം ഇച്ചിരി പൈസക്ക് അവർക്ക് പുറത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല അതുമല്ല, അത് ഡിസ്റ്റൻസ് ഉണ്ടാവൂലേ? ഡിസ്റ്റൻസ് ഉണ്ടോ? കാരണം നമ്മളെ സംബന്ധിച്ച് ഡിസ്റ്റൻസ് ഇവിടെ 1/2 മണിക്കൂറെങ്കിൽ 1/2 മണിക്കൂർ നടന്നാലും നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമുക്ക് അതൊന്നും വിഷയമല്ല. തണുപ്പാണേലും കുഴപ്പമാണേലും വീട് കിട്ടിക്കഴിഞ്ഞാൽ നടക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടേ. പക്ഷെ വീട് കിട്ടണ്ടേ, നമുക്ക് ആ കൂടി കിട്ടുന്ന പൈസക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്രോസറിയും മേടിച്ച് നമ്മൾ ഇത്രയും പൈസ മുടക്കി വന്നേക്കണല്ലേ, നമുക്ക് സേവ് ചെയ്യണ്ടേ. ഈ കിട്ടുന്ന പൈസ മുഴുവൻ നമുക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ വീടാവത്തില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങൾ ഹോട്ടലിൽ പറഞ്ഞു ഞങ്ങൾക്ക് വീടായില്ല. അവര് പറഞ്ഞു അത് പറ്റിയല്ല, നിങ്ങൾ മൂവ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഹോട്ടലിന്റെ ഹയർ മാനേജ്മെന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് ഒരു വിധത്തിൽ ഡീൽ ചെയ്ത് അവര് പറഞ്ഞു 2 ആഴ്ച കൂടെ എക്സ്റ്റൻഷൻ തരാം, നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, 2 ആഴ്ച കൂടെ സമാധാനമായല്ലോ. അപ്പൊ വീണ്ടും തപ്പാൻ തുടങ്ങി. ഞങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്താൽ കിട്ടുന്നില്ല. അപ്പം ഞങ്ങളെപ്പോലെ തന്നെ മറ്റ് വർക്ക് വിസയിൽ വരുന്ന പലരും മറ്റു പല സ്ഥലങ്ങളിലും താമസിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഞങ്ങൾ ഈ സ്ഥലത്താണ് വന്നുപെട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ഹോട്ടലിൽ പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശാശ്വതമായിട്ട് കൊണ്ടുപോകാൻ പറ്റൂല്ലോ, നമ്മളെ മാറിയേ പറ്റുള്ളൂ. അങ്ങനെ അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഏജന്റിനെ തന്നെ കോണ്ടാക്ട് ചെയ്തു.
എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ ഞങ്ങൾ ഇന്നോലെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്ന ദിവസം ഇറങ്ങണം, ഞങ്ങൾക്ക് വേറെ എങ്ങും കിട്ടാനില്ല, നിങ്ങളെങ്കിൽ മറ്റേതെങ്കിലും അക്കോമഡേഷൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാമെങ്കിൽ ചെയ്തതാ, ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് മാറ്റണം, വേറെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഏജന്റുമായിട്ട് ഏജന്റ് ഇതുപോലെ തപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി സാഹചര്യം ഉള്ളതാണ്, ഇവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം എന്ത് ചെയ്താൽ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതിന്റെ കുറെ കശുപിശയൊക്കെ ഉണ്ടായി കേട്ടോ. കാരണം ഈ ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ടുവന്ന് 2 കൊല്ലം നമ്മളവിടെ കാണും അടിമകളായിട്ടെന്നുള്ള ബേസിലാണല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മള് പൈസ കൊടുത്തിട്ട് പോയേക്കണല്ലേ, നമുക്ക് നമ്മുടെ റൈറ്റ് ഇല്ലേ. അപ്പം നമുക്ക് എന്തിനും നമ്മൾ തയ്യാറാ, പണിയെടുക്കാനും താമസിക്കാനും തയ്യാറാ, നമുക്ക് താമസം കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താ പോണെന്നും പാളായി. അവസാനം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നവര് ഏജൻസിക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡിന്റെ അടുത്തുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ഇല്ലേ, അതിന്റെ അടുത്തുള്ള എൻസ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഹീത്രൂ പാർക്ക് ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രൗൺ പ്ലാസ വലിയ ഹോട്ടലുണ്ട്, ഹീത്രൂ പാർക്ക് ക്രൗൺ പ്ലാസ. അത് ഒരു ഹെറിറ്റേജ് ഹോട്ടലും ഒരു മോഡേൺ ഹോട്ടലും, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു വലിയ എസ്റ്റേറ്റിന്റെ അകത്തുള്ള ഒരു വലിയ ഹോട്ടലാണ് ഹീത്രൂ പാർക്ക് ക്രൗൺ പ്ലാസ എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ തന്നു. ഇത് ഇത്ര വലിയ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഓക്സ്ഫോർഡ് ഷെയറിൽ നമ്മുടെ ബ്ലെനീം പാലസ് എന്ന് പറയുന്ന ഒരു പാലസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമോ? ഇല്ല. ബ്ലെനീം പാലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലില്ലേ, വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി, പുള്ളി ജനിച്ചതും വളർന്നതും പുള്ളിയുടെ ആൻസിസ്ട്രൽ ഹോം ആണ് ഈ ബ്ലെനീം പാലസ്. അപ്പൊ ബ്ലെനീം പാലസിന്റെ ഒക്കെ അടുത്താണ് ഈ ഹോട്ടല്. അപ്പൊ ഈ ബ്ലെനീം പാലസ് പോലത്തെ തന്നെ വലിയ റോമൻ ബിൽഡിംഗ് ആണ് ഇതൊക്കെ. അപ്പൊ ഈ വലിയ അരിസ്റ്റോക്രസി ഇതുപോലത്തെ റോയൽറ്റി ടീമുകളെല്ലാം ഗോൾഫ് കളിക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പൊ ഈ ഗോൾഫ് കോഴ്സിന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർക്ക് ഇവരുടെ ഗെയിം കീപ്പിങ്ങിന്റെ ആൾക്കാർക്കും ഗോൾഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ കോട്ടേജുകൾ അന്നത്തെ കാലത്ത് പണിതിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോട്ടേജുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ കൂട്ട് ഇതുപോലത്തെ സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടിട്ട് അവര് തന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അക്കോമഡേഷന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. അതുകൂടാതെ നമ്മൾ ഓക്സ്ഫോർഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഹോട്ടലല്ലേ, അപ്പൊ ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങള് ഒരു 10-11 പേരോളം മൊത്തത്തിൽ നമ്മളെ പോലുള്ള ആൾക്കാരവിടെ വന്നു. മലയാളീസോ? അല്ല, മലയാളീസും വേറെ 2-3 പേര് വന്നു. ബാക്കി ഇന്ത്യക്കാര് നമ്മുടെ ബോംബെക്കാർ പിള്ളേരൊക്കെ വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ആയപ്പോഴത്തേക്കും റെസ്റ്റോറന്റ് ആണെങ്കിലും ബാർ ആണെങ്കിലും ബാങ്കറ്റ് ആണെങ്കിലും എല്ലാം ഞങ്ങളാണ് പിന്നെ കൈയടക്കണതും ഭരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ബോറടി അങ്ങ് മാറി. കാരണം എന്താന്ന് വെച്ചാ അപ്പുറം മാക്ഡൊണാൾഡിൽ താമസിക്കുമ്പോഴത്തേക്കും ഞാൻ മാത്രം മലയാളി, അതേസമയം ഞങ്ങൾ 3 പേര് അല്ലെ 4 പേരായപ്പോഴത്തേക്കും ഒരാൾ മാത്രമായിരിക്കും ചിലപ്പോ റൂമിലുള്ളത്, അടുത്ത 2 പേര് ചിലപ്പോ ഷിഫ്റ്റിലായിരിക്കും. അതും ഒരാൾ ബാറിലാണ്, ഒരാൾ റെസ്റ്റോറന്റില്, ഒരാൾ കിച്ചണില്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും മലയാളി ഉണ്ടാവും. അല്ല, ഞാനിത് ആദ്യത്തെ മാക്ഡൊണാൾഡിലെ കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ആരും ഈ ബാക്കിയുള്ളവരെല്ലാം അവിടെ ഇവിടെ ജോലി ചെയ്യുന്നോണ്ട് നമ്മൾ റൂമിൽ വരുമ്പോ നമുക്ക് ഒറ്റപ്പെടലായിരിക്കും. മനസ്സിലായി, നമുക്ക് ആരോടൊന്ന് വർത്താനം പറയാനില്ല. ഒന്ന് നമ്മുടെ ഈ എക്സൈറ്റ്മെന്റ് പുറത്തേക്ക് ഈ അരമണിക്കൂർ നടന്ന് വില്ലേജിൽ പോയി എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നമ്മുടെ കൂടെ വരാൻ ആരും ഇല്ല, നമ്മൾ തന്നെ പോകണം. ലോൺലിനെസ് എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് അടിച്ചു. പ്രത്യേകിച്ച് നമ്മളെ റമദ പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങളെല്ലാരും കൂടെ അടിച്ചു പൊളിച്ചു പോകുന്നിടത്ത് ഒറ്റപ്പെട്ട് വന്ന ഇതല്ലേ. അതോടൊപ്പം ഒരു വിദേശ രാജ്യം, ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങള് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഭായി ഞാൻ ആദ്യത്തെ ദിവസം അപ്പൊ എന്നോട് അവര് പറഞ്ഞു, ഓക്കെ റൂമൊക്കെ ഇതാണ്, നിനക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഇന്ന സമയമാകുമ്പോ അവിടുത്തെ കടകളൊക്കെ അടയ്ക്കും, പോയി മേടിച്ചോളാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നേരെ അങ്ങ് പോയിട്ട് അവർ ഗേറ്റിന്റെ പുറത്തിറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് നടന്നാൽ മതി, നീ വില്ലേജിൽ ചെല്ലുമെന്നും പറഞ്ഞു. എന്റെ പൊന്നുമായി ഞാൻ ഇപ്പോഴും ആ ദിവസം ഓർക്കുന്നുണ്ട്. ഞാൻ നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ ഒരു കംപ്ലീറ്റ് ഡിഫറെന്റ് ലോകത്തിലേക്ക് ചെന്നിറങ്ങിയിട്ട് അതുപോലെ ഒരു പാരലൽ യൂണിവേഴ്സില് നമ്മൾ നിപ്പി പൊട്ടിമുളച്ചിട്ട് നമ്മൾ ആ റോട്ടിൽ കൂടെ ഒക്കെ നടക്കുന്നതും നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള രീതിയിലുള്ള ബിൽഡിങ്ങുകളും ഈ വിൻഡോ ഷോപ്പിങ്ങിന്റെ രീതിയിൽ നമുക്ക് കാണാവുന്ന കടകളും ഇതെല്ലാം കാണുക. നമുക്ക് ഏതാണ്ട് പെട്ടെന്ന് ഒരു സ്റ്റാർ മൂവീസിലെ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്തേക്ക് കയറിയോലെ ഇതൊക്കെ നമുക്ക് ഒരാളോടൊന്ന് പറയാനോ മിണ്ടാനോ ഇല്ല. നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ പോണത് കറക്റ്റ് ആണോ. വഴി തെറ്റിപ്പോയ ആരോട് ചോദിക്കും, എങ്ങോട്ട് പോകും, കാരണം വഴിയിലൊന്നും ആരും ഇല്ല. അങ്ങനെ പോയി ആ ഏതോ ഒരു കടയിൽ കയറി ഏതാണ്ട് മേടിച്ച് സിനിമയെ കണ്ടിട്ടുള്ള പരിചയം വെച്ചിട്ട് സാധനങ്ങൾ ഏതോ എടുത്തോണ്ട് വന്ന് ഇതുപോലെ ബില്ല് ചെയ്ത് കയ്യിലുണ്ടായിരുന്ന പൗണ്ടൊക്കെ എണ്ണി കൊടുത്തിട്ട് പൗണ്ടൊക്കെ നോക്കിയിട്ട് കളർ കോഡ് വെച്ച് 1, 2 ഒക്കെ വെച്ച് നോക്കുക ഇതിൽ ഏതാന്നൊക്കെ. അങ്ങനെ കൊടുത്ത ആ ദിവസമൊക്കെ അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം ലോൺലിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു.
പക്ഷെ ഈ ഓക്സ്ഫോർഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അത് ഇത്രയും പിള്ളേരുള്ളതുകൊണ്ട് തന്നെ അതോടൊപ്പം 2 മലയാളികളും ഉണ്ടായിരുന്നു. ഒന്ന് വിഷ്ണു എന്ന് പറഞ്ഞ ഒരാള്, ഒന്ന് നിറ്റോ എന്ന് പറഞ്ഞ ഒരാള്. ഇത്രയും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും മച്ചന്മാരായി. ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേര്, എവിടെ ചെന്നാലും നമ്മുടെ കൂട്ടുകാര്. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമായിരുന്നു വർത്താനം പറയാനും, ഒരുമിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാനും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴൊക്കെ പരിചയമുള്ള മുഖങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ സന്തോഷമായിരുന്നു. ആ സന്തോഷത്തിന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഈ റമദയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് വലിയ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് 5 സ്റ്റാർ സെറ്റപ്പ് പഠിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മള് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണ് പ്രധാനം എന്നുള്ളതാണ്. ഏത് ഇത്രയും പൈസ കൊടുത്ത ഒരാള് ഒരു ബിരിയാണി മേടിച്ച് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഫുഡ് കഴിക്കാനോ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്ന കസ്റ്റമർ സർവീസ്, എലഗൻസ്, ക്വാളിറ്റി ഓഫ് സർവീസ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പഠിച്ചേക്കുന്നത്. അല്ലെങ്കിൽ അവർ പറയും ഒരു ഇപ്പൊ നമുക്കാണെങ്കിലും അറിയാമല്ലോ, ഒരു സാധാരണ ചായക്കടയിൽ ചെന്നാലുള്ള വ്യത്യാസം തന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ സർവീസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അതാണല്ലോ. പക്ഷെ ഞാൻ ഈ മാക്ഡൊണാൾഡ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റാഫ് ഇല്ല, ഷോർട്ടേജാ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല തിരക്കുമായിരിക്കും. അപ്പൊ അവർക്ക് ക്വാളിറ്റി വേണ്ട, ക്വാണ്ടിറ്റി മതി. നമ്മളവിടെ ചെന്ന് വലിയ ട്രേ ഇതുപോലെ ആദ്യത്തെ അപ്പൊ ഇംഗ്ലണ്ടും കൂടെയാ. നമ്മുടെ മനസ്സിൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് ഹൈ എക്സ്പെക്ടൻസി അല്ലേ. അപ്പോഴത്തേക്കും വലിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സർവീസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ എന്നെ റെസ്റ്റോറന്റ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീ അങ്ങോട്ടുള്ളവരെയൊക്കെ നോക്കിക്കേ, നിന്റെ ഒപ്പം പണിയെടുക്കുന്നവരാ. അപ്പൊ ഞാനിങ്ങനെ ആദ്യത്തെ ദിവസം കേട്ടോ ഞാനിങ്ങനെ നോക്കിയപ്പോ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പാത്രമൊക്കെ കളയണമെങ്കിൽ ഒരു ചെറിയ ബേസിൻ ഇല്ലേ, ബേസിൻ പോലത്തെ നേരെ ഒരു സാധനം ടേബിളൊക്കെ കൊണ്ടുവച്ചിട്ട് ഫുഡും പാത്രങ്ങളും അതും ഇതും എല്ലാം നേരെ എടുത്ത് അതിന്റെ അകത്തേക്ക് ഡംപ് ചെയ്ത് നേരെ എടുത്തോണ്ട് വന്നു. അത്രയും സാധനം ക്ലിയർ ചെയ്യാൻ ഞാൻ എന്റെ ട്രേ ഒക്കെ വെച്ചിട്ട് പോയാ എനിക്കൊരു 3 വരവും പോക്കും പോകേണ്ടി വരും. അപ്പൊ എന്നോട് പറഞ്ഞു, അത്രയ്ക്ക് പെട്ടെന്ന് പണി നീങ്ങണം, നീ ഇവിടെ ചിരിച്ചും കളിച്ച് ഇതുപോലെ ഈ സാധനം കാണിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ വേണം പണിയെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, എടാ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം പണി നീങ്ങിയാൽ മതി, വേറെ ഒന്നും നോ പ്രോബ്ലം. നെക്സ്റ്റ് വെസൽ അത് തന്നെ. ഞാനിതുപോലെ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല കിടിലനായിട്ട് ഉള്ള തേച്ച് പറക്കി ഞങ്ങൾ മറ്റേ ഇതൊക്കെ ഇട്ട്, ഇംഗ്ലണ്ടിൽ പണിയെടുക്കുമല്ലോ നമ്മള്, നമുക്ക് അതിൻ്റെ അകത്തുള്ള ഈ വെസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇട്ട് നമ്മൾ ഭയങ്കര സെറ്റപ്പിൽ പേഴ്സണാലിറ്റി ആണല്ലോ, ഇംഗ്ലണ്ട് അല്ലേ എന്നൊക്കെ നമ്മള് നിൽക്കുന്നത്. അതൊക്കെ ഇവന്മാരെ എനിക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ ഒരു ബട്ടൺസ് ഇട്ടിട്ടുണ്ടാവില്ല. വെള്ളക്കാര്, ഇന്ത്യക്കാരല്ല, അവിടുത്തെ ബ്രിട്ടീഷുകാർ പിള്ളേര് ആ ലൊക്കാലിറ്റി പണിക്ക് അവരെ കാണിച്ചു തന്നിട്ടാണല്ലോ നമുക്ക് പണി തരാം. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടെല്ലാം നമുക്ക് ഇപ്പുറം വന്നപ്പോഴത്തേക്ക് മാറിയെന്ന് പറയുക. അങ്ങനെ ഓക്സ്ഫോർഡിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം എത്തുകയും നമ്മളൊന്ന് കംഫർട്ടബിൾ ആവുകയും ഒക്കെ ഒന്ന് സെറ്റായത്. നീനയെ പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴായിരുന്നു? നീനയെ പരിചയപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ്. അത് സംഭവം എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് സെറ്റായി ഏകദേശം 6 മാസം 7 മാസത്തോളം അങ്ങ് മുന്നോട്ട് പോയി. അപ്പം അവിടുന്ന് ഇടയ്ക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് ജിതിന്റെ മിഥുന്റെ ഒക്കെ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകും. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഞങ്ങളുടെ പിറവങ്കാരായിട്ടുള്ള കുറച്ച് പിള്ളേരെല്ലാം അവിടെ എവിടെയൊക്കെ ഉണ്ട്. ഞങ്ങളെ പോലെ തന്നെ ഒന്നെങ്കിൽ സ്റ്റുഡന്റ് വിസയിലോ അതായത് നമ്മുടെ കണ്ടംപററീസ് ആയിട്ട് പഠിച്ച നാട്ടിലത്തെ പിള്ളേരൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് മീറ്റപ്പ് വെക്കുന്നു, വൈകിട്ട് പാർട്ടി വെക്കുന്നു, ചില്ല് ചെയ്യുന്നു, വീക്കെൻഡ് ചില്ല് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പൊ അന്ന് ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഫോട്ടോ ഒക്കെ ഇട്ട് ഫുള്ള് ഷോ ആണല്ലോ. അങ്ങനെ ഒരു സമയം. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഉള്ള ഒരാളുണ്ട്, അലോക് എന്ന് പറഞ്ഞുണ്ട്. അലോക് മലയാളി, മലയാളി. എന്റെ കണ്ടംപററി ആയിട്ട് വേറെ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച് ട്യൂഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അലോക് അവിടെ, പുള്ളി എഞ്ചിനീയറിംഗ് ആണ്. പുള്ളി അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റുഡന്റ് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം അവൻ താമസിക്കുന്ന വീട്ടിൽ വെച്ച് അവന്റെ ബർത്ത്ഡേ നടക്കുക. അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴത്തേക്ക് അവൻ ഇതുപോലെ ജിതിനെയും മിഥുനെയും ഒക്കെ വിളിച്ചു. അപ്പൊ ജിതിനെയും മിഥുനെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജിതിനും മിഥുനും എല്ലാം, അപ്പം ജിതിനും മിഥുനും ഒക്കെ തമ്മിൽ ഇവര് +2 പഠിച്ച ഒരു ബന്ധം കൂടെ ഉണ്ട്, ഇവര് ഒരുമിച്ച്.
ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അലോക്കിന്റെ പാർട്ടിക്ക് പോയപ്പോഴത്തേക്കും അലോക്ക് പഠിച്ചുകൊണ്ടിരുന്ന ലെസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ അലോക്കിന്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് പ്രജിത്ത്, നമ്മുടെ ജിത്തു ഇല്ലേ പ്രീതിയുടെ. അപ്പം ജിത്തുവും അലോക്കും ഒരേ കോളേജിൽ പഠിച്ച് അവിടെ റൂംമേറ്റ്സാ. അപ്പം പ്രജിത്തും പ്രീതിയും ഒരേ കോളേജിൽ പഠിച്ചവരാ. നാട്ടില്. അപ്പം നാച്ചുറലി എന്ത് ചെയ്തു, അപ്പൊ പ്രജിത്തും അലോക്കും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ തന്നെയല്ല, ഈ അലോക്കും പ്രജിത്തും പ്രീതി ഒരേ കോളേജിൽ പഠിച്ച നാട്ടില്. അപ്പൊ അലോക്കിന്റെ ബർത്ത്ഡേയുടെ പാർട്ടി ആയതുകൊണ്ട് തന്നെ പ്രീതിയും, അപ്പൊ പ്രീതി ആ സമയത്ത് UK പഠിക്കുന്നുണ്ട്. പ്രീതിയും നീനായും അപ്പൊ ഇവര് അടുത്തല്ല, ഇച്ചിരി ആക്കലേ. ഇവര് പ്രീതിയൊക്കെ പഠിക്കുന്ന ബെഡ്ഫോർഡ് ഷെയറില്, ഇവര് ലെസ്റ്ററില്. അപ്പൊ നാച്ചുറലി അലോക്കിന്റെ പാർട്ടി ആയതുകൊണ്ട് തന്നെ പ്രീതി വരാൻ തീരുമാനിച്ചപ്പോ പ്രീതിയുടെ റൂംമേറ്റ് ആണ് നീന. ഒരേ കോളേജ്, ബെഡ്ഫോർഡ് ഷെയർ യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ ശരത് ഭായും പഠിക്കുന്നത്, റിയൽറ്റർ ശരത്. ഓക്കെ. അപ്പൊ പ്രീതി അവിടുന്ന് പ്രജിത്തിന്റെ അടുത്തും അലോക്കിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വരാൻ വേണ്ടിട്ട് ഒറ്റയ്ക്ക് വരണ്ടല്ലോ എന്നോർത്ത് പ്രീതിയുടെ കൂട്ടുകാരി നീനായനെയും കൂട്ടി ഇവര് അലോക്കിന്റെ പാർട്ടിക്ക് വരും. അവിടെ വെച്ച് ജിതിനും ഇതിനും ഒക്കെ നീനായനെയും പ്രീതിനെയും പ്രജിത്തിനെയും ഒക്കെ പരിചയപ്പെടുന്നു. അങ്ങനെ മൊത്തത്തിൽ വൈബ് അടിപൊളിയാണല്ലോ എല്ലാം എന്ന് പറഞ്ഞ കോമൺ ഫ്രണ്ട്സ് ആവുന്നു. ഇല്ല, ഞാൻ ആ പാർട്ടിക്കില്ല. ആ ഒരു സമയമല്ലേ 2010 നമ്മുടെയൊക്കെ പ്രൈം. ആ ഒരു സമയത്ത് എല്ലാവരും അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കണ്ടുമുട്ടാനും പാർട്ടി വെക്കാനും അടിച്ചു പൊളിക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് കോമൺ വൈബുള്ള പിള്ളേരാണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇടയ്ക്ക് ജിതിനും ഇതിനും ഇവരെല്ലാരും കൂടെ ഇങ്ങോട്ട് ബക്കിംഗ്ഹാമിലേക്കും വിളിക്കുന്നു. അങ്ങനെ ഇവര് തമ്മില് ഭയങ്കര ഫ്രണ്ട്സായി. അപ്പൊ ഞാൻ ജിതിന്റെയും ഇതിന്റെ കോമൺ ഫ്രണ്ട് ആണല്ലോ. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇവരുടെ വീട്ടിലെ പാർട്ടി വരുമ്പോഴത്തേക്കും ഇവരെന്നെയും വിളിക്കുന്നു. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ പോകും, ഇത്രയുള്ള. അങ്ങനെ ഒരു ദിവസം ബക്കിംഗ്ഹാമില്, ബക്കിംഗ്ഹാം ഷെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബക്കിംഗ്ഹാമില് ജിതിന്റെയും ഇതിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് അതുപോലെ അവര് അറേഞ്ച് ചെയ്ത ഒരു കോമൺ പാർട്ടി വെച്ച് ആണ് ഇതുപോലെ ഞാനും നീനായും കാണുന്നതും ഇവരെല്ലാം പ്രീതിനെയും പ്രജിത്തിനെയും ഒക്കെ ഞാൻ പരിചയപ്പെടുന്നത്. അതായത് ഞാൻ നീനായനെ പരിചയപ്പെടുന്ന അല്ല കാണുന്ന അതേ ദിവസം തന്നെയാണ് പ്രീതിനെയും പ്രജിത്തിനെയും കാണുന്നത്. അതൊക്കെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആവുന്ന ആരെങ്കിലും എന്നാലും പ്രതീക്ഷിക്കുന്നതാണോ? അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി 2012 തീരാറായി. 2012 പകുതി കഴിഞ്ഞ് നമ്മുടെ വിസ തീരാറായി. അപ്പൊ വിസ തീരാൻ 6 മാസം മുമ്പായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ഞങ്ങള് സീരിയസ് ആയി. എടാ, നമ്മുടെ വിസ തീരാൻ പോവാ, ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് തിരിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് പോവുകയേ വേണ്ട. നമുക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ. കാരണം നമ്മള് ആനയെ ആടും എന്നല്ല, നമുക്ക് ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ആനയെ ആടും പോലെ വ്യത്യാസമുള്ള 2 ലോകങ്ങളാ കണ്ടത്. എന്നിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുക, നമ്മൾ വരുന്ന നമ്മുടെ നാട് ഈ രീതിയിലേക്കൊന്ന് സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു 50 കൊല്ലം മിനിമം എടുക്കും. 50 കൊല്ലം മിനിമം എടുത്ത് നമ്മുടെ ജീവിതം തീരൂലേ? അപ്പൊ നമ്മളെ ലോകം ഇതാണ്. നമുക്കിവിടെ എങ്ങനെ നിന്നേ പറ്റുള്ളൂ. അല്ലെ, ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോയി പണിയെടുത്താൽ പൈസ കിട്ടും. ഏത് ജോലിക്ക് പോയാലും മിനിമം വേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ഉണ്ട്. ഇപ്പം നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങൾ പോട്ടെ, കാരണം അവന് ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മളെ പോലെയൊക്കെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന സാധാരണ വിദ്യാഭ്യാസമുള്ള സാധാരണ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏത് ജോലി ചെയ്താലും അതിന് നല്ല രീതിയിലുള്ള ഒരു റിവാർഡ് കിട്ടുക എന്നുള്ളതിൽ ഏറ്റവും വലുത്. അപ്പൊ നമ്മള് ബേസിക്കലി വെസ്റ്റേൺ കൺട്രീസും നമ്മുടെ നാടുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കിയത് ഇതാണ്. മിനിമം വേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയുണ്ട്. എന്ത് ജോലി എടുത്താലും നമുക്ക് പൈസ ഉണ്ട്. ഈ കിട്ടുന്ന പൈസയും കൊണ്ട് നമുക്ക് സുഭിക്ഷമായി ജീവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വിസ തീരാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 6 മാസം മിച്ചമുള്ളപ്പോഴത്തേക്കും ഞങ്ങള് മറ്റുള്ള ഓപ്ഷൻസിന് എന്താന്ന് വെച്ചാൽ നമുക്ക് ട്രൈ ചെയ്യണം. വർക്ക് വിസ അല്ല, വർക്ക് പെർമിറ്റ് നമുക്ക് എവിടെന്നാലും എങ്ങനെയാലും കൂട്ടിയെടുക്കാൻ പറ്റുമോ, അതൊരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണോ, അല്ല ഇമിഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ മറ്റുള്ള കൂട്ടുകാരൊക്കെ എങ്ങോട്ടൊക്കെയാ പോയേക്കുന്നത്, അങ്ങനെയുള്ള റിസർച്ചുകളെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റിസർച്ച് ചെയ്ത് ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, കാനഡ. ആ സമയത്ത് ഒത്തിരി പേര് കാനഡയ്ക്ക് പോയി തുടങ്ങുന്നുണ്ട്. 2010 സ്റ്റുഡൻസ് ആയിട്ട് പോകുന്നവരെല്ലാം പെട്ടെന്ന് PR ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. ആ കാലഘട്ടം കേട്ടോ.
അപ്പം PR എന്ന് പറഞ്ഞാൽ പെർമനന്റ് റെസിഡന്റ്. ആ സമയത്ത് UK PR കിട്ടണമെന്നുണ്ടെങ്കിൽ 10 കൊല്ലം വർക്ക് പെർമിറ്റിൽ നിന്നാലേ PR കിട്ടുള്ളൂ. അതൊന്നും നടക്കാൻ പോണ കാര്യം. അതെ, അപ്പൊ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. 10 കൊല്ലം UK പുതുക്കി നിൽക്കാന്ന് പറഞ്ഞു. ഓരോ വർക്ക് പെർമിറ്റും പുതുക്കുമ്പോൾ അവര് പറയുന്ന പൈസയാണ് നമ്മളെ ഏജൻസിക്കും അഡ്വക്കേറ്റിനും കൊടുക്കേണ്ടത്. അപ്പൊ ഞങ്ങളങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങളിങ്ങനെ മാക്സിമം റിസർച്ചുകളൊക്കെ നടത്തിയിട്ട് നമ്മുടെ ജിതിൻ പതിവ് പോലെ ഞങ്ങളെല്ലാം മുറ്റു നോക്കുന്നത് ഞങ്ങളുടെ ജിതിൻ പറഞ്ഞു, എടാ കാനഡ അടിപൊളിയാ, അങ്ങോട്ട് നമുക്ക് വിസയൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന ഡാനി എന്ന് പറയുന്ന ഒരു ഏജന്റിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഓൺലൈൻ വഴി. നമുക്ക് ഡാനി ഇന്ത്യക്കാരൻ, മറ്റേത് വൈറ്റായിരുന്നു കേട്ടോ, ഒരു ഗോവക്കാരൻ. അപ്പൊ ആരാണ്ടൊക്കെ ഇന്ന രീതിയിൽ പോകുന്നുണ്ടെന്നാ പറഞ്ഞ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തായാലും ഒരു ഗ്യാമ്പിൾ എടുക്കാം. കാരണം നാട്ടിൽ പോയി ജീവിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കത് ചെയ്യാന്നുള്ള രീതിയില് ഞങ്ങള് അപ്പൊ ഞാന്, ജിതിന്, മിഥുന്, പിന്നെ ആ സമയത്ത് അവരോട് താമസിച്ചുകൊണ്ടിരുന്ന വേറെ കുറെ ഇതുപോലെ പിള്ളേരുണ്ട്. ഞങ്ങളെല്ലാം ഓരോ ലക്ഷം രൂപ വീതം മിസ്റ്റർ ഡാനിക്ക് കൈമാറുന്നു. കാനഡയ്ക്ക് പോകാൻ വേണ്ടിട്ട് ഓൺലൈനിലാണ്, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അതേ സമയം തന്നെ ഈ 2012 അവസാനത്തോട് അപ്പം UK വിസ തീരാൻ പോകുന്ന എല്ലാവരുടെയും ആഗ്രഹം പെർമനന്റ് ആയിട്ട് നമുക്ക് ഇനി സെറ്റിൽ ആയാൽ പറ്റുള്ളൂ. അതിന് വേണ്ടിട്ട് ഉള്ള അതെ. അപ്പൊ നമ്മുടെ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തല്ലോ. അപ്പൊ അതേ സമയം തന്നെ നീനായുടെ സെക്ഷൻ അവരെല്ലാരും കൂടെ, അവർ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരെല്ലാം അവരുടെ സെക്ഷൻ കഴിഞ്ഞ വഴി തന്നെ നീനായും എന്ത് ചെയ്തു, ഇതുപോലെ ജോബിനെ കുറിച്ച് തപ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീനായും പ്രീതി എല്ലാം കൂടി ഇതുപോലെ നാച്ചുറലി നീനായെ സംബന്ധിച്ചിടത്തോളം നീന നേഴ്സാണ്, പ്രീതി ഒക്കെ എഞ്ചിനീയറിംഗ് സെക്ഷനാണ്. അപ്പൊ അവരെല്ലാം കൂടെ അവരുടെ ഏരിയയിൽ നിന്നും കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു. എല്ലാരും തന്നെ ആ സമയത്ത് പരിചയമുള്ളവരെല്ലാം കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു. എന്നാ പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇന്നത്തെ വീഡിയോ ലോങ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു കാനഡ ആപ്ലിക്കേഷനോടുകൂടി ഇന്നത്തെ വീഡിയോ നമുക്ക് വയ്യ കൺക്ലൂഡ് ചെയ്താൽ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. ഈ കാനഡ ആപ്ലിക്കേഷൻ എന്തായി, ഞങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് കാനഡയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്, എൻ്റെ ബാക്കി വിശേഷങ്ങള്, എങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ കല്യാണത്തിലേക്ക് എത്തിയത്, അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോ കൂടെ കൊണ്ടുവരാം.